ഇക്കാലമത്രയും സിഹിറിന് യാതൊരുവിധ യാഥാർത്ഥ്യവുമില്ല എന്നായിരുന്നു മുജാഹിദ് വാദം. സിഹിർ ബാധിക്കുമെന്ന് വിശ്വസിച്ചാൽ മറഞ്ഞ മാർഗത്തിലൂടെ അല്ലാഹു അല്ലാത്തവർക്കും സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസമാകും എന്നായിരുന്നു അതിനുള്ള വ്യാഖ്യാനം. പക്ഷേ മൗലവിമാരുടെ തൗഹീദിന് നിർവചനം മാറുകയാണ്. സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്നും അങ്ങനെ വിശ്വസിക്കൽ ശിർക്കാണെന്നും സിഹിറിന് ഫലമുണ്ടെങ്കിൽ തനിക്കെതിരെ സിഹിർ ചെയ്യട്ടെ എന്നുമൊക്കെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സക്കരിയ സ്വലാഹിയുടെ പണ്ടത്തെ പ്രസംഗം ആദ്യം കേൾക്കുക. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂലെന്നല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെഴുത്താന്മാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ ഞമ്മക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിനെതിരെ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ അന്ന് സീർ ചെയ്തൂടെ? അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാലിക്ക് എത്രയും പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? ഞാനപ്പര് പറയുന്നത് അങ്ങനെയാണ്. യാത്ര പുറപ്പെട്ട ആളെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടിരിക്കാതൊക്കെ എന്ന് പറയാം. അതിനുള്ള എന്തെങ്കിലും ഗൂഢോത്രം ചെയ്താല് പാറാലിക്ക് വന്ന് ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോകണ്ട ചങ്ങായി. മോൻ അവിടെ എത്താതെ തട്ടിത്തിരിഞ്ഞ് എവിടെങ്കിലും എത്തണമെന്ന് വിചാരിച്ചാൽ പോരെ. മാത്രമല്ല ഇസ്രായേലിനെതിരെ ഒരു വലിയ സിഹ്റ് ചെയ്താൽ പോരെ. അറബ് രാഷ്ട്രങ്ങളൊക്കെപ്പാടെ കൂടി കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്. എന്നാ ഒരു ഇസ്രായേലിനെതിരെ സിഹ്റ് ചെയ്താൽ പോരെ. അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാള് സിഹിർ വലിക്കോ എന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്നും സിഹിറിന്റെ യാഥാർത്ഥ്യത്തെ തെളിയിക്കാനുള്ള വെല്ലുവിളി പൊട്ടൻ വെല്ലുവിളിയാണെന്നും ഇപ്പോൾ അതേ സക്കരിയ സ്വലാഹി തന്നെ പറയുന്നു. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിനെണ്ണിയത് അല്ലേ? ഒന്നാമത്തെ വൻപാപം ശിർക്ക്, രണ്ടാമത്തേതാ സിഹിർ. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ യാഥാർത്ഥ്യമുണ്ട്, ആളുകൾ അത് ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ചില ആളുകൾ പറയും, എന്നാ എനിക്ക് ചെയ്യട്ടെ, ഞങ്ങൾക്ക് ചെയ്യട്ടെ, നമുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്തോ കാഫിറാവൂലേ? ഒരാൾ കാഫിറായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ നിൽക്കുവോ? ഞാൻ സിഹിറിൽ വിശ്വസിക്കില്ല, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഫിറാവോ? സിഹിറിനോ കാഫിറാവും, വലിയ കുറ്റാണത്. സാഹിറിനെ കൊല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സുല്ലമി ചോദിക്കണ്ട്, ഇന്നെ കുത്തട്ടെ, ഇന്നെ നുള്ളട്ടെ, എന്റെ പേനൊന്ന് നീക്കട്ടെ. യുക്തിവാദികൾ വെല്ലുവിളിക്കലുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പടച്ചോണ്ടെങ്കിൽ ഈ പേനെന്ന് അങ്ങോട്ട് നീക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പടച്ചോണ്ടെങ്കിൽ ഈ മൈക്കെന്ന് അങ്ങോട്ട് നീക്കട്ടെ. അതിന്റെ അർത്ഥം പടച്ചോല്ലാനാ തന്നെ. ഈ ജാതി പൊട്ട വെല്ലുവിളിയാ നടത്തുന്നത്. യുക്തിവാദികൾ അങ്ങനെ എന്തെല്ലാം വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങളെ പടച്ചോണ്ടെങ്കിൽ എന്തിനാ ഭൂകമ്പം ഉണ്ടായത്? നിങ്ങളെ റഹ്മത്തുൽ ആലമീന ലോകത്തിനുള്ള കാരുണ്യമായ പടച്ചോണ്ടായിട്ട് എന്താ മിനയിൽ തീപിടുത്തുണ്ടായത് എന്നൊക്കെ ചോദിക്കുന്ന വല്ല വെല്ലുവിളിയാണ്. സിഹിർ സത്യമാണോ എന്ന് സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ ചോദിക്കുമ്പോൾ അത് കേവലം മായാജാലമാണെന്നും കൺകെട്ടാണെന്നും അതിന് യാഥാർത്ഥ്യമില്ലെന്നുമായിരുന്നല്ലോ മുജാഹിദുകൾ പ്രചരിപ്പിച്ചിരുന്നത്. അതിന് അവരുടെ പുസ്തകങ്ങളും കാസറ്റുകളും ഒന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആരാണ് മുജാഹിദുകൾ എന്ന് ചോദിച്ചു സിഹിർ ബാധയിലുമൊന്നും വിശ്വാസമില്ലാത്തവർ എന്നായിരുന്നു പൊതുജനം ധരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അത് തിരുത്തുകയും ജിന്ന് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്നും അതിന് യാഥാർത്ഥ്യമുണ്ടെന്നും അത് ബാധിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ സിഹിർ സംബന്ധമായി ചെറിയ പ്രതിഫലനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും വ്യക്തമായി തുറന്നടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വഹാബിസം എത്തി എന്നത് സ്വാഗതാർഹമാണ്. പക്ഷേ മൗലവി വിഭാഗം സിഹിറിനെ ഉണ്ടെന്ന് സമ്മതിക്കുകയും അതിനെതിരെ നാം ശ്രദ്ധ പുലർത്തണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിനെ ബാത്തുലാക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പഠിപ്പിച്ച മാർഗങ്ങളെക്കുറിച്ച് സമുദായത്തെ ഉത്ബോധിപ്പിക്കുന്നുണ്ടോ എന്നത് ചിന്തനീയമാണ്. പിശാചിനെ വിട്ടുകൊണ്ട് സിഹിറുണ്ടെന്നും പിശാചിന് ഇങ്ങനെയൊക്കെ സാധിക്കുമെന്നും പറയുമ്പോൾ പിശാചിനോട് തന്നെ സഹായം ചോദിച്ചിട്ട് അല്ലെങ്കിൽ പിശാചിന്റെ സഹായം നേടിയിട്ട് അതിനെ ബാത്തിലാക്കാനുള്ള പ്രവണതകളിലേക്ക്
ഇവർ ക്ഷണിക്കുകയാണോ എന്ന് സമുദായം ഉത്ബുദ്ധപ്പെടണം. കാരണം സിഹറിന്, ജിന്നിന് വേണ്ടിയൊക്കെ റിസർച്ച് സെന്ററുകൾ തുടങ്ങപ്പെട്ട ഒരു അവസ്ഥയിൽ എവിടേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ ജാഗ്രതയോടുകൂടെ തന്നെ മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും വേണം. ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് സ്റ്റേജുകളിൽ നിന്ന് നിരന്തരമായി മുഴങ്ങുന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ബദരീങ്ങൾ അവർക്ക് പ്രയാസങ്ങളുണ്ടായപ്പോ, യുദ്ധങ്ങൾ വന്നപ്പോ, വെട്ടുകൾ വന്നപ്പോ തടുക്കാൻ സാധിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഓമാനൂർ ശുഹദാക്കൾക്ക് വെട്ടുകൾ തടുക്കാൻ സാധിക്കാതിരുന്നത്? അല്ലെങ്കിൽ മഹാന്മാർക്ക് കഴിവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രയാസപ്പെടേണ്ടി വരുമോ? ഏർവാടിയിൽ തീപിടിച്ച സമയത്ത് അവിടെയുള്ള ശുഹദാക്കൾ എവിടെയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നത് യുക്തിവാദമാണെന്നും അത്തരം ചോദ്യങ്ങൾ ഒരിക്കലും നമ്മൾ ചോദിക്കരുതെന്നും ഈ ചോദ്യങ്ങൾ ചോദിച്ച അതേ വഹാബികൾ തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സലാം സുല്ലമിയാണ് ചോദിക്കുന്നത്, ജിന്നുകൾക്ക് കഴിവുണ്ടെങ്കിൽ എന്റെ ഈ പേന ഇവിടെ നിന്ന് കൊണ്ടുപോവട്ടെ. ജിന്നുകൾക്ക് കഴിവുണ്ടെങ്കിൽ എനിക്കെതിരെ അവർ എന്തെങ്കിലും പ്രവർത്തിക്കട്ടെ, എന്നെ ഉപദ്രവിക്കട്ടെ. സിഹർ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെങ്കിൽ എനിക്കെതിരെ സിഹർ ചെയ്ത് എന്നെ കൊന്നുകളയട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോ പണ്ട് നമുക്കെതിരെ ചോദിച്ച അതേ നാവുകൾ തന്നെ ഇപ്പോൾ സലാം സുല്ലമിയോട് ചോദിക്കുന്നു, അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ എന്ന് വെല്ലുവിളിക്കുന്നതിന് തുല്യമാണത് എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാരമ്പര്യ വിശ്വാസികളെ മാനസികമായി പീഡിപ്പിച്ചതിന് അവരുടെ സ്റ്റേജിൽ നിന്ന് തന്നെ പരസ്പരം മറുപടികൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഒരു തീരുമാനം, അവന്റെ ഒരു ശിക്ഷ എന്നല്ലാതെ ഇതിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാവുന്നതാണ്? 1998 ശിർക്ക് 2007 തൗഹീദാകുന്നു. സിഹ്ർ മുഖേന ജ്യോത്സ്യന് നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കുമെന്ന് അണികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ മൗലവിമാർ. നബിക്കും സിഹ്ർ ബാധിച്ചിട്ടുണ്ട് എന്ന് ഹാരിസ് ബിൻ സലീം, ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഇതുപോലെ തന്നെ സഹോദരങ്ങളെ, സിഹറിന്റെ വഴി, സിഹർ എന്ന് പറഞ്ഞാൽ ഒന്നുണ്ട്, ഇനി സംശയിക്കേണ്ട. മഹാപാപങ്ങൾ എത്രണ്ണ? 7 എണ്ണാണ്. നിങ്ങൾക്കറിയോ? ഒന്നാമത്തത് ശിർക്കാണ്, രണ്ടാമത്തത് സിഹറാണ്. യാതൊരു ഫലമില്ലാത്തൊരു പരിപാടിയാണെങ്കിൽ സിഹിറിനെ ഒരു തെറ്റായി പരിഗണിക്കേണ്ട ആവശ്യമുണ്ടോ? സിഹിർ എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചെറിയ സംശയം, എന്താപ്പത്, ഇന്നലെ ഇപ്പൊ ഏത് ഭാര്യന്റെ അടുത്ത് പോയി, നാളെ എവിടെ പോകേണ്ടത്? നബിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, എന്തോ ഒരു ഓർമ്മപ്പശക്ക് പറ്റിയതുപോലെ നബിക്ക് തോന്നി. അള്ളാഹു വഹീലൂടെ അറിയിച്ചു കൊടുത്തു, ഏതോ ഒരു ജൂതൻ, ബുഖാരിലെ ഹദീസാണ്, ഉപദ്രവിക്കാൻ വേണ്ടി ഒരു കിണറ്റിൽ കൊണ്ടുപോയി ഒരു ചീർപ്പും മുടിക്കെട്ടും ഉപയോഗിച്ചുകൊണ്ട് ഒരു കിണറ്റിന്റെ വെള്ളത്തിൽ എന്തോ മാട്ടുമാരണം നടത്തിയിരിക്കുക. ആ മാരണം ചെയ്ത വെള്ളം നിറവ്യത്യാസം വന്ന് കിടക്കുന്നതായിട്ട് കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു വഹിയുടെ അറിയിച്ചു കൊടുത്തു, ഒരാളെ പറഞ്ഞയച്ച ആ വസ്തു അതിന് എടുത്ത് പുറത്ത് കിട്ടു. നബിക്ക് ആ ചെറിയ മാനസികമായ വിഷമം നീങ്ങിപ്പോയി എന്നാണ് സഹീഹുൽ ബുഖാരിന്റെ ഹദീസിലുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഇതുകൊണ്ട് വന്നേക്കാം, പക്ഷെ ചെയ്യാൻ പാടില്ല. ഇസ്ലാമിലെ ആത്മീയ ചികിത്സകളെ മുഴുവൻ നിഷേധിക്കുകയും പരിഹസിച്ചു തള്ളുകയുമായിരുന്നു ഇതുവരെ കേരള വഹാബിസം. മന്ത്രങ്ങൾ തന്ത്രങ്ങളാണെന്നും അത് ശിർക്കൻ ആചാരമാണെന്നും കേരളത്തിലെ മുക്കിലും മൂലയിലും പ്രസംഗിച്ചു നടന്നു മൗലവിമാർ. പക്ഷേ ആ ശിർക്കും ഇപ്പോൾ തൗഹീദാവുകയാണ്. ഖുർആനിൽ ശിഫയുണ്ട്, ശമനമുണ്ട് എന്ന ആയത്തിനെ ഭൗതികമായും യുക്തി കൊണ്ടും വിശദീകരിക്കാനാണ് പണ്ട് അവർ ശ്രമിച്ചത്. മരിച്ചുപോയ മുജാഹിദ് നേതാവ് NP അബ്ദുൽ ഖാദിർ മൗലവി പറയുന്നത് ശ്രദ്ധിക്കുക. അതാണ് പ്രവാചകന്മാർ ഇവിടെ നൽകിയിട്ടുള്ളത്. ഖുർആൻ നാം അവതരിപ്പിക്കുന്നു, ഖുർആനിൽ നാം അവതരിപ്പിക്കുന്നു ഔഷധവും അനുഗ്രഹവുമായ വസ്തുക്കളെ ലിൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകൾ. അതേസമയത്ത് വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറ, ളാലിമുകൾക്ക് അത് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ അതിൽ ഔഷധമുണ്ട്. എന്തിനാണ് ഔഷധം?
കാണുന്ന ശരീരത്തിന് വരുന്ന രോഗത്തിനെ സംബന്ധിച്ചല്ല അല്ലാഹു പറഞ്ഞത്, മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന രോഗങ്ങൾ, മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന അപാകതകൾ, അതിന്റെ പാളിച്ചകൾ, അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂക്ഷ്മമായ നിർദ്ദേശങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിന് നൽകിയത്. എന്നാൽ ഇന്ന് സക്കരിയ സ്വലാഹി പറയുന്നത് ഓരോ സൂറത്തുകളെയും ആയത്തുകളെയുമൊക്കെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സക്കായി നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ്. ശൈത്താൻ മനുഷ്യനെ ഉപദ്രവിക്കും, അതിനുള്ള മരുന്ന് ഖുർആനാണ്. പിന്നെ ചില ആളുകൾ ചോദിക്കും, കുറെ ആയത്തുകൾ, ആദ്യം ഫാത്തിഹ സൂറത്ത്, പിന്നെ അൽ ബഖറയിൽ ഇന്ന ആയത്ത്, പിന്നെ ആൽ ഇംറാൻ ഇന്ന ആയത്ത്, ഇങ്ങനെയൊക്കെ പ്രത്യേകം ആയത്തുകൾ തെരഞ്ഞെടുത്ത് ഓതുന്നുണ്ടല്ലോ, അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തില് പൊതു തത്വമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ന ആയത്ത് ഓതണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടതില്ല. മറിച്ച് ഖുർആൻ തന്നെ ശിഫയാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ ഖുർആനെ നാം അവതരിപ്പിക്കുന്നു, അത് ശിഫയാണ്, ശമനമാണ്, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തുമാണ്. ശിഫ എന്ന് പറഞ്ഞാല് ശിർക്കിൽ നിന്നും സംശയത്തിൽ നിന്നുമൊക്കെയുള്ള ശമനത്തോടൊപ്പം തന്നെ മനുഷ്യന്റെ എല്ലാ അസുഖങ്ങൾക്കുമുള്ള ശമനമാണത് എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, എന്റെ അടുത്ത് മതം മാറി വന്ന ചില ആളുകൾ വന്ന് പറഞ്ഞെന്ന് വെച്ചാല്, ഒരു സുഹൃത്ത് പറഞ്ഞത്, പുള്ളി നമസ്കരിക്കാൻ നിന്നാൽ യേശുവിന്റെ രൂപം മുന്നിൽ വന്ന് നിൽക്കുന്നതാണ്. യേശുവിന്റെ രൂപം മുന്നിൽ വന്ന് നിൽക്കും, എത്ര കാണിച്ചാലും അത് പോവില്ല. എന്നിട്ട് അദ്ദേഹം എന്ത് വിചാരിച്ചു, എന്നാൽ ഞാൻ ഇത് പോകാൻ വേണ്ടിയിട്ട് അല്ലാഹൂന്ന് ഇങ്ങനെ വലിയ അക്ഷരത്തിൽ എഴുതിയത് മനസ്സിൽ കണ്ട് അതിന്റെ മുന്നിൽ നമസ്കരിക്കാന്ന് വിചാരിച്ചു. എന്നാലും ഇതങ്ങൾ പോയിക്കൊള്ളു, അപ്പോഴും ഇത് പോവില്ല. അങ്ങനെ ഇയാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞാൻ മടക്കി അയച്ചു. വീണ്ടും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, സാറ് എന്തായാലും പോകുന്നില്ല, അത് എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ മാർഗത്തിൽ അത് കളയാൻ പറ്റുമോ? അങ്ങനെ ഞാൻ അദ്ദേഹത്തിനടുത്ത് നിന്ന് ഖുർആൻ ഓതുകയും ഖുർആൻ ഓതിയ വെള്ളം അദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ തളിക്കുകയും ചെയ്തു. അപ്പൊ ഈ രൂപ പ്രത്യക്ഷമായി, പിന്നെ രൂപം വന്നിട്ടില്ല എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഇതെല്ലാം അപ്പൊ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു മരുന്ന് നിർമ്മിച്ചിട്ടുണ്ട്, അത് കണ്ടെത്തി ചികിത്സിച്ചാൽ മതി. ആത്മീയമായ ചികിത്സകൾ പാടില്ല. ഊത്തും തടവും മന്ത്രവുമൊക്കെ തന്ത്രങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് സക്കരിയ സ്വലാഹി മുമ്പ് പ്രസംഗിച്ച ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. രോഗം വന്ന ഐക്കല്ല്, ഏലസ്, ഉറുക്ക്, മന്ത്രം, തന്ത്രം, ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം, തദാവൗ, നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ ലം യൻസിൽ ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅ. അല്ലാഹു ഒരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യൗഷധവും ഇറക്കിയിട്ടുണ്ട്. ആ ഔഷധം കണ്ടെത്തി ചികിത്സിച്ചാൽ ബരിഅ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. അതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? ഒരു തങ്ങളെടുത്ത് പോവും, അവിടുന്ന് ഒരു നൂല് ഒന്ന് കെട്ട്, ഒരു കെട്ട്, എന്നിട്ടൊന്ന് കയ്യിൽ കെട്ടും, അല്ലെ? ഐക്കല്ല്, ഏലസ്, ഉറുക്കെന്നൊക്കെ പറഞ്ഞ എന്താ അതിനകത്ത് ഉണ്ടാവുക? ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് കുട്ടികൾ ടൈം ടേബിളിന് വരയും പോലെ തെലങ്കും പലങ്കും വരയുക, അലിഫ് ലാമ് അലിഫ് റാ എന്നൊക്കെ എഴുതുക. എന്നിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളികപ്പൊതി മുടക്കുമ്പോൾ ചെറുതായി മടക്കുക, എന്നിട്ട് മെഴുകിൽ പൊതിഞ്ഞ തുണിയിലാക്കുക, എന്നിട്ട് നൂല് ചുറ്റുക. ഇതാണ് ഐക്കല്ല്, ഏലസ്. അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെള്ളിന്റെ ഉള്ളിലാക്കിയാലും കടലാസിനുള്ളിലാക്കിയാലും ഒക്കെ സാധനം ഇത് തന്നെയാണ്. കുഴിപ്പിടിച്ചാലും അതന്നെ, ബാറ്റുന്നോ കുടിച്ചാലും അതന്നെ, ഭർത്താവ് ഗൾഫിലുള്ളപ്പോ പ്രേമം പൊളിയാതിരിക്കാൻ കൊടുക്കണ ഐക്കല്ലും അത് തന്നെ, കാളവൂട്ടിന് പോകുന്ന പോത്തിന്റെ അരയിൽ കെട്ടണോ അതന്നെ, ഊർച്ചമരത്തുമ്പോ കേറണ ഇരിക്കാലിപ്പോത്തിന്റെ അരയിലും അത് തന്നെ. കണ്ട നിങ്ങള്? എന്നിട്ട് പറയലാണ് ഞങ്ങള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. സ്വലാഹിയും ഗ്രൂപ്പും നയം മാറ്റാൻ നിർബന്ധിതരായിരിക്കുന്നു. എല്ലാ സമയത്തും മന്ത്രങ്ങൾ വേണമെന്നും ഊതലും തടവലുമൊക്കെ മന്ത്രത്തിൽ പെട്ടതാണെന്നും അതേ സക്കരിയ സ്വലാഹി തന്നെ ഇപ്പോൾ പ്രസംഗിക്കുന്നു. പഠിക്കുന്നതോട് നമുക്ക് തഖ്വ കൂടും. ഓരോ കാര്യങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. രാവിലെ 100 പ്രാവശ്യവും വൈകുന്നേരം 100 പ്രാവശ്യവും. ശൈത്താനുള്ള പ്രൊട്ടക്ഷൻ ആണത്. സുബൈ നമസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസർ നമസ്കരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും ചെല്ലണം. കണ്ടോ? കിടക്കാൻ സമയത്ത് നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. ഓരോ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതണം. ഓരോ നമസ്കാരത്തിന് ശേഷവും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 സൂറത്തുകളും ഓതണം. മഗ്രിബിനും സുബൈക്കും ശേഷം 3 തവണ ഓതണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 തവണ വീതം ചൊല്ലി 99 തികയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് അത് എന്ത് ചെയ്യണം?
അതിൽ പൂർത്തിയാക്കണം. നമ്മൾക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കരച്ചിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു ചെറിയ കുട്ടി, എന്താണെന്ന് പറയാൻ വയ്യാത്ത കുട്ടി രാത്രി കരയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നജസ്സെന്നൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കുട്ടിക്ക് ആയത്തുൽ കുർസി ഊതി തടവി കൊടുത്ത കുട്ടി അങ്ങോട്ട് ഉറങ്ങും. ഇതൊക്കെ ഇപ്പൊ ഖുറാഫാത്ത. നബി പറഞ്ഞു, നിങ്ങൾക്കൊരു സ്ഥലത്ത് വേദനയുണ്ടെങ്കിൽ ആ വേദനയുള്ള സ്ഥലത്ത് നിങ്ങൾ കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ല എന്ന് 3 പ്രാവശ്യം പറയാ. എന്നിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. കണ്ടോ, അല്ലാഹുവിന്റെ ഇസ്സത്തിൽ ഞാൻ അഭയം തേടുന്നു, അവന്റെ ഖുദ്റത്തിൽ ഞാൻ അഭയം തേടുന്നു, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും വലുതായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഈ വേദനയിൽ നിന്നും ഇത് 7 പ്രാവശ്യം നിങ്ങൾ പറയണം. എന്നിട്ടും വേദന മാറിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും പറയണം. അപ്പൊ വേദനക്കുള്ള മന്ത്രമാണത്. ഒരു രോഗിയെ സന്ദർശിച്ചാൽ രോഗിയോട് നിങ്ങൾ സാരമില്ല, സുഖമാകും എന്ന് പറയുന്നതോടൊപ്പം രോഗിക്ക് വേണ്ടി മന്ത്രിക്കണം, പ്രാർത്ഥിക്കണം. എന്താണ്? വെറും പ്രാർത്ഥനയല്ല, ഊതിക്കൊടുക്കലും തടവിക്കൊടുക്കലൊക്കെ അതിലുള്ളതാ, മന്ത്രത്തിലുള്ളതാ. അല്ലാഹു ഈ നയം മാറ്റത്തെ അണികളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പാടുപെടുകയാണ് മൗലവിമാർ. ഹാരിസ് ബിൻ സലീമിനെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹദീസിൽ വന്ന ഇസ്ലാമികമായ ചില മന്ത്രങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഞാൻ ഹദീസ്, സ്വീകാര്യമായ ഹദീസുകൾ മാത്രമേ ഇവിടെ ഉദ്ധരിക്കുള്ളൂ. അതിലൊരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കാതിരിക്കാം, അത് 100% അതുപോലെ സ്വീകരിക്കാം. ഒരുപക്ഷെ ആളുകൾ ഇത് പറയുന്നവരെ പരിഹസിക്കും. ബുദ്ധി കൊണ്ട് മാത്രം ദീനിനെ മനസ്സിലാക്കിയ, ഹദീസുകളെ കുറിച്ച് പരിജ്ഞാനമില്ലാത്ത, ദീനെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലും അഗാധമായി വായിക്കാത്ത, പഠിക്കാത്ത ആളുകൾ എന്താ പുതിയ കുറെ പരിപാടികൾ ഇവിടെ പറയണു എന്നൊരു പക്ഷെ ചിന്തിച്ചേക്കാം. ഹദീസുകളിലും പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് എന്റെ ഈ സംസാരം ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന് പറയാനാണ് സത്യത്തിൽ ഇത്രയും നീണ്ട ഒരു മുഖവുര ഞാൻ ഇവിടെ പറയേണ്ടി വന്നതെന്നാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മുഖവുര ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനിത് സംസാരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ? ഇസ്ലാമിലെ മന്ത്രങ്ങൾ എന്നാണ് വിഷയം. എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ? മന്ത്രം അതാ ഏർപ്പാടന്നെ പാടില്ല എന്നാണ് നമ്മൾ പറയാ. കാരണം അതൊക്കെ 50-60 കൊല്ലം മുമ്പ് ഇവിടുത്തെ സുന്നികളും ഖുറാഫികളും നടത്തിയിരുന്ന പരിപാടി നമ്മളൊക്കെ ഒഴിവാക്കി പോയതല്ലേ. നിങ്ങളിപ്പോ എന്താണ് അതിനെ തിരിച്ചു കൊണ്ടുവരികയാണോ പുതിയതായിട്ട് എന്നായിരിക്കും ഒരു പക്ഷേ ഈ നോട്ടീസ് കണ്ടപ്പോൾ ഒറ്റപ്പെട്ട ആളുകളെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിപ്പിച്ചും ഭയപ്പെടുത്തിയും സംശയമുണ്ടാക്കിയും മനുഷ്യനെ ബുദ്ധിമുട്ടാക്കും. ഞാൻ പറഞ്ഞു, ആയത്തുൽ കുർസി രാത്രി ഓതണം, എല്ലാം നിസ്കാരം കഴിഞ്ഞാൽ ഓതണം, പിശാചിനെ കുറിച്ച് എന്തെങ്കിലും വിഷമം തോന്നുമ്പോൾ നമ്മൾ ഓതണം, രാവിലെയും വൈകുന്നേരവും ഓരോ പ്രാവശ്യം ഓതണം. ഇതൊക്കെ ഹദീസുകളിൽ വന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ പിശാചിൽ നിന്നുള്ള രക്ഷ, സർവ്വ ഭയങ്ങളിൽ നിന്നുള്ള രക്ഷ യഥാർത്ഥത്തിൽ ഇത്തരം മന്ത്രങ്ങളെ കൊണ്ട് സാധ്യമാകുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹോദരി സഹോദരന്മാരെ, അനുവദനീയമായ പ്രാർത്ഥനകളും മന്ത്രങ്ങളും അറിയാത്തത് കൊണ്ട് ഡോക്ടർമാര് പറയും, ഡോക്ടർമാരെത്തി ചെന്നാൽ പോലും പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല, ഇങ്ങളെ വല്ല ആൾക്കാരുണ്ടാവും, ഇതിന്റെ ആൾക്കാർ ഓരോരുത്തർ പോയിക്കോളി എന്ന് പറയും. കേട്ടിക്കണങ്ങൾ അങ്ങനെ പറയും, ഡോക്ടർമാര് പറയും. വലിയ വലിയ ആശുപത്രിയിലത്തെ ഡോക്ടർമാര്, മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാര് വരെ പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറൂല, നിങ്ങളെ വല്ല ആൾക്കാരുടെ ഓരോരുത്തർ പോയിക്കോളി. മന്ത്രിച്ചൂതിയാൽ പിന്നെ നമുക്കൊരു പേടിയും പേടിക്കാൻ ഇല്ല എന്ന് മൗലവിമാർ ഇപ്പോൾ പറയുന്നു. രാത്രി ഒരാൾ ഈ സൂറത്ത് ഓതിക്കടന്നാൽ അള്ളാഹു അയാൾക്ക് നേരം പുലരുവോളം ഒരു കാവൽക്കാരനെ ഏൽപ്പിക്കും. അതാ ഞാൻ പറഞ്ഞ, ഈ മന്ത്രങ്ങളും പ്രാർത്ഥനയും പഠിച്ചാൽ പിന്നെ ഒരു പേടിയും ഉറങ്ങാണ്ടാവില്ല. വാതിലൊക്കെ അങ്ങനെ അടച്ചിന് വന്നിട്ട് അണ്ടിരിക്കുക. ഇതിന്റെ എന്ത് ചെയ്യാ, നിങ്ങൾ കയ്യിലൊന്ന് ഊതുക, എന്നിട്ട് ഈ 3 സൂറത്ത് ഓതാ, കുല്ലാ റബ്ബിന്നാസും റബ്ബിൽ ഫലക്കും ഓതിയിട്ട് എന്ത് ചെയ്യാം, ആദ്യം തല, പിന്നെ മുഖം, മുൻഭാഗം, പിന്നെ പിൻഭാഗം മുഴുവനായിട്ട് തടവിന് കിടക്കുക. കുട്ടികളത് ഓതി കിടത്തുക, സമാധാനത്തോടെ ഉറങ്ങും. ആയത്തുൽ കുർസി ഊതുക, സാധിക്കുകയാണെങ്കിൽ ദിക്റുകൾ, സാധാരണ നിസ്കാര ശേഷം ചെല്ലുന്ന ആ ദിക്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, ചൊല്ലുക. അങ്ങനെ ഉറങ്ങിയ സുരക്ഷിതമാണ്, ഒന്നും പേടിക്കാനാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഉരുളുന്നതിന് പേടി നിറഞ്ഞുണ്ടാവില്ല. മന്ത്രം, വിശുദ്ധ ഖുർആൻ, സ്വഹീഹായ ഹദീസ് തുടങ്ങിയവ ആധാരമാക്കി തലമുറകളായി മുസ്ലിം സമൂഹം അനുഷ്ഠിച്ചു വരുന്ന ഒരു ആചാരമാണത്. പക്ഷേ ആധുനികതയോടുള്ള അതിഭ്രമം കാരണമായി കേരളത്തിൽ
പരിഷ്കാരത്തിന്റെ കുപ്പായമിട്ട് വന്ന ആളുകൾ ആദ്യമായി മന്ത്രത്തിനെതിരെയും ഇതുപോലെയുള്ള ആത്മീയ ചികിത്സകൾക്കെതിരെയും കലാപമുണ്ടാക്കിക്കൊണ്ടാണ് കേരള മണ്ണിനെ വിവാദങ്ങളുടെ ഭൂമിയാക്കി മാറ്റിയത്. പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷയെന്നോണം ഇന്ന് അതേ മന്ത്രവും അതേ ചികിത്സകളും നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരിശക്തിയായി ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ഇവർ തന്നെ മുജാഹിദ് വേദികളിൽ വെച്ച് തന്നെ പരസ്യമായി പ്രസംഗിക്കുന്ന രസകരമായ അനുഭവം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ആത്മീയ ചികിത്സകൾക്കു പിന്നിൽ ഗൂഢമായ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് ന്യായമായും സംശയിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിനെ പോലുള്ള ആളുകളുടെ പ്രസംഗങ്ങളും അതുപോലെ മടവൂർ വിഭാഗത്തിലെ മറ്റുള്ള ആളുകളും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ വളരെ ആപൽക്കരമായ ചികിത്സാ രീതികളും പെൺകുട്ടികളുടെ ശരീരത്തിൽ കയറിക്കൊണ്ടുള്ള കളികളുമൊക്കെ മൗലവി ഗ്രൂപ്പിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടെ കിടന്നവർ തന്നെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ കുറച്ച് പേടിയോടും ആശങ്കയോടും കൂടെയാണ് ഈ തിരുത്തൽ പ്രവണതകളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന തൗഹീദിന്റെ പഴയ നിർവചനത്തിൽ നിന്നുമുള്ള മുജാഹിദ് മൗലവിമാരുടെ ചുവടുമാറ്റത്തെ അണികൾ ചോദ്യം ചെയ്യുമ്പോൾ ഒച്ചവെച്ചും കഥ പറഞ്ഞുകൊടുത്തും വിഷയം മാറ്റി രക്ഷപ്പെടാനാണ് നേതാക്കൾ ശ്രമിക്കുന്നത്. സാൽവേഷൻ മുഖാമുഖത്തിൽ നിന്ന്. എൻ്റെ പേര് സബീഹ്, സ്ഥലം വാഴക്കാട്. മറഞ്ഞ മാർഗങ്ങളിൽ നമ്മളെ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന് പഠിപ്പിക്കുന്ന മുജാഹിദ് എന്നാല് ഇങ്ങനൊരു യാഥാസ്ഥികതയിലേക്ക് തിരിച്ചു വിളിക്കലല്ലേ എന്നുകൂടി ചോദ്യത്തിന്റെ അവസാനത്തിൽ വന്നപ്പോൾ എന്തായിരുന്നാലും ഒന്ന് പരാമർശിക്കണം എന്ന് തോന്നുകയാണ്. ഇപ്പം ചില ആളുകൾക്ക് ചില സന്ദർഭങ്ങളിൽ വിറളി പിടിച്ചിട്ട് ചിലതൊക്കെ പറയും, ചിലതൊക്കെ ചെയ്യും. അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. അതൊരു മറുപടി കൊണ്ട് ശരിയായിക്കൊള്ളണം എന്നുമില്ല. ഒരു വലിയ വെള്ളപ്പൊക്കം ഇങ്ങനെ വരുമ്പോൾ ഒരു തോട്ടിലെ ഒരു മൂലയിൽ അല്പം വെള്ളമുള്ളിടത്ത് ഞാനാണ് ഇതിൻ്റെ അധിപൻ വിചാരിച്ചിരിക്കുന്ന ഒരു മാക്രി, ആ വെള്ളപ്പൊക്കം അത് ഞാൻ തടയും എന്ന് വിചാരിച്ച് അല്പം കലക്ക് വെള്ളം കുടിച്ചാൽ വെള്ളപ്പൊക്കം തടയാൻ അതുകൊണ്ട് കഴിയില്ല, മാക്രിയുടെ വയറ് ചീത്തയാവുകയേ ചെയ്യുകയുള്ളൂ എന്ന് മാത്രമാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്താണെന്നറിയോ, ഇപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ കേരളക്കരയിൽ ഇതിൻ്റെ ഊടും പാവും നൽകുന്നതിൽ ഈ കേരള സമൂഹത്തെ ഒരു ഉത്തമ സമൂഹമായി നയിക്കുന്നതിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല അമരക്കാർ മക്തി തങ്ങൾ, മാഹിൻ ഹമദാനി തങ്ങൾ, വക്കം മൗലവി, KM മൗലവി, MCC അബ്ദുറഹ്മാൻ മൗലവി, ഉമർ മൗലവി, EK മൗലവി, മറഞ്ഞ മാർഗങ്ങളിൽ നമ്മളെ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന് പഠിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ അപകടത്തിൽ വെച്ച് നാം രക്ഷപ്പെട്ടാൽ അത് നമ്മളെ നല്ല ജിന്ന് സഹായിച്ചതാണ് എന്ന് പണ്ഡിതന്മാരെ പോലുള്ള ശംസുദ്ദീൻ പാലത്തിനെ പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് യാഥാസ്ഥിതികതയിലേക്കുള്ള തിരിച്ചുപോക്കല്ലേ? അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഗുണപരമായ പരിവർത്തനങ്ങള് ഈ രാജ്യം ഒന്നടങ്കം ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇടക്കാലത്തൊക്കെ ഇതിൽ നിന്നുള്ള ചില വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളെ
രാജ്യം ബ്രിട്ടീഷുകാരുടെ കൈകളിൽ ഞെരിഞ്ഞമർന്നപ്പോൾ രാജ്യത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുമ്പിൽ നടന്ന ആളുകളുടെ കൂട്ടത്തിൽ നേതൃപരമായ പങ്ക് വഹിച്ചതിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അമരക്കാരെ ആർക്കും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഘട്ടത്തിലും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും അത്തരക്കാരായ ആളുകൾ, യാഥാസ്ഥികരായ ഒരു പിടി ആളുകൾ നിലവിലുള്ള ഭരണാധികാരിയോട് കൂറുപുലർത്തർ ഈമാനിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരുന്ന ഘട്ടത്തിൽ, അതേപോലെ തന്നെ ഉൽപ്പതിഷ്ണുക്കളാണെന്ന് പറഞ്ഞിരുന്ന ചില ആളുകൾ ഈ ഒരു ദൈവം പോയി 1000 ദൈവം പകരം വരുന്നത്, വെളുത്ത ദൈവത്തിന് പകരം കറുത്ത ദൈവം വരുന്ന ഈ സ്വാതന്ത്ര്യ സമരത്തിന് ശാപം, 1000 ശാപം എന്ന് പറഞ്ഞ ഉൽപ്പതിഷ്ണുക്കൾ ഒരു ഭാഗത്തും നീങ്ങിയപ്പോൾ ഈ പാവപ്പെട്ട സമുദായത്തെ ആ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും അഭിവൃദ്ധി ലാക്കാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഇസ്ലാഹി പ്രസ്ഥാനം വിദ്യാഭ്യാസപരമായ, സാംസ്കാരികമായ മറഞ്ഞ മാർഗങ്ങളിൽ നമ്മളെ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന് പഠിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ അപകടത്തിൽ വെച്ച് നാം രക്ഷപ്പെട്ടാൽ അത് നമ്മളെ നല്ല ജിന്ന് സഹായിച്ചതാണ് എന്ന് പണ്ഡിതന്മാരെ പോലുള്ള ശംസുദ്ദീൻ പാലത്തിനെ പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് യാഥാസ്ഥിതികതയിലേക്കുള്ള തിരിച്ചുപോക്കല്ലേ? പലതായി പിന്നെ ഭിന്നിച്ചുപോയി അവസാനം ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയോളം അത് എത്തിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തോട് പറഞ്ഞു, ആ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന ചില ആളുകൾ നിങ്ങൾ തന്നെ ശിർക്കിലാണ് എന്ന്, നിങ്ങൾ ഈ ഗവൺമെന്റിനെ അനുസരിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിവാദത്തിന്റെ അർത്ഥം അനുസരണമെന്നാണ്. ഈ ഗവൺമെന്റിനെ അനുസരിക്കൽ ഗവൺമെന്റിനുള്ള വിവാദത്താണ്. നമ്മുടെ പരമമായ ലക്ഷ്യം ഇവിടെ ഭരണം സ്ഥാപിക്കലാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം ഉൾക്കൊണ്ടവരല്ല. അതുകൊണ്ട് തന്നെ മർഹൂം KC അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ ചിന്താഗതി സ്വീകരിച്ച ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അങ്ങനെ വ്യതിചലിച്ച് വേർപിരിഞ്ഞു പോവുകയായിരുന്നു. ഇതേപോലെ തന്നെ ഇടക്കാലത്ത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതാ വിശുദ്ധ ഖുർആനിന് പരിഭാഷ എഴുതിപ്പോന്ന CN അഹമ്മദ് മൗലവിയെ പോലുള്ള ആളുകൾ സ്വന്തമായ ചില അഭിപ്രായങ്ങൾ എഴുതി പ്രചരിപ്പിച്ചപ്പോൾ മർഹൂം KM മൗലവിയെ പോലുള്ള ആളുകൾ അദ്ദേഹത്തെ ഉപദേശിക്കുകയും അതിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്താൻ തയ്യാറില്ലാതെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തപ്പോൾ പണ്ഡിതധർമ്മം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ പുതിയ പിഴച്ച വാദങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് എഴുതുകയും വിശുദ്ധ ഖുർആനിന് ശരിയായ ഒരു പരിഭാഷ വേണമെന്നുള്ള നിലക്ക് ആ പരിഭാഷയുടെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയതാണ് മർഹൂം അമാനി മൗലവി പിന്നീട് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇടക്കാലത്ത് മൗലവി ചേകനൂർ യാഥാസ്ഥികനായിരുന്ന അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ അധ്യാപകനായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിലേക്ക് ചേക്കേറുകയും തന്റെ പുതിയ വാദങ്ങൾ അവിടെ പറഞ്ഞു തുടങ്ങുകയും ചെയ്തപ്പോൾ അന്ന് അലവി മൗലവി അദ്ദേഹം നാട്ടിലേക്ക് പോയപ്പോൾ കത്തെഴുതി, ഇനി എന്റെ കത്ത് കിട്ടിയിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന്. പിന്നെ കത്തെഴുതിയിട്ടില്ല. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വന്നതുമില്ല. 3 നേരം നമസ്കരിച്ചാൽ മതി എന്നത് പൗത്രന്റെ സ്വത്താവകാശം, അതുപോലുള്ള ഹദീസിനെ നിഷേധിക്കുന്ന ഒരുപാട് പുത്തനാശയം, അപകടകരമായ വാദങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ ആ വാദവും ഈ പ്രസ്ഥാനത്തിന് സുന്നികളുടെ ചോദ്യങ്ങളിൽ നിന്ന് വിഷയം മാറ്റി രക്ഷപ്പെടുന്ന അബ്ദുറഹ്മാൻ ചലഫ് ഇപ്പോൾ സ്വന്തം അണികളുടെ ചോദ്യത്തിന് മുമ്പിലും മുട്ടുവിറക്കുകയാണ്. ഉള്ളിലുണ്ടായിരുന്ന ഏതാനും ഒരു പിടി ആളുകള് അവര് അത് പ്രചരിപ്പിക്കുവാനും എഴുതുവാനും സംഘടനാ യോഗങ്ങളിൽ അണികളുടെ ചോദ്യങ്ങൾ ഭയന്ന് ഇപ്പോൾ തിരുത്തൽ നാടകം കളിക്കുകയാണ് KNM നേതാക്കൾ. കേരള ജമിയത്തുൽ ഉലമയുടേതായി വന്ന വിചിന്തനത്തിലെ വിശദീകരണം ഇങ്ങനെ: ജിന്നി പിശാചി വിഷയത്തിൽ കേരള ജമിയത്തുൽ ഉലമക്കും മുജാഹിദ് പ്രസ്ഥാനത്തിനും പുതിയ വീക്ഷണങ്ങളൊന്നുമില്ലെന്നും അരനൂറ്റാണ്ടു മുമ്പേ പുലർത്തിപ്പോന്ന അഭിപ്രായങ്ങളാണ് ഇപ്പോഴുമുള്ളതെന്നും ഇടയ്ക്ക് ചില പ്രാസംഗികരിൽ വന്നുപോയ അബദ്ധങ്ങൾ അവർ തന്നെ തിരുത്തിയിട്ടുണ്ട് എന്നുമാണ് വിശദീകരണം. ഏതാണ് അരനൂറ്റാണ്ട് മുമ്പുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്, ഏതൊക്കെയാണ് പ്രാസംഗികർ പറഞ്ഞ അബദ്ധങ്ങൾ എന്നൊന്നും വിശദീകരിക്കാതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടുകയാണ് നേതാക്കൾ. എന്നാൽ ഈ വിഷയത്തിലെ പ്രാസംഗികരിൽ പ്രമുഖനായ സക്കരിയ സ്വലാഹി പറയുന്നത് KNM ഈ വിഷയത്തിൽ പുതിയതായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അൽമനാറിലെ പഴയ നിലപാടുകളെ തിരുത്തുകയും അത് സലാം സുല്ലമിയുടേതായി വ്യാഖ്യാനിക്കുകയും ഇപ്പോൾ തങ്ങൾ പറയുന്നതാണ്
KNM-ന്റെ ആദർശമെന്ന് തുറന്നു പറയുകയും ചെയ്യുകയാണ് സ്വലാഹി. KNM ഈ വിഷയത്തിൽ ഒന്നും പുതിയത് ഇറക്കുമതി ചെയ്തിട്ടില്ലെന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ആകപ്പാടെയുള്ളത് പിശാചിന്റെ പ്രവർത്തന പരിധി എന്ന പേരിൽ 1986 ഫെബ്രുവരിയിൽ അൽമനാറിൽ എഴുതിയ ചോദ്യോത്തരമാണ്. ഈ സുല്ലമിയുടെ ദുഷ്ടബുദ്ധിയിൽ ഉദിച്ചതാണത്. ആ ലേഖനം KP തൊട്ടിപ്പുറം സമ്മേളനത്തിന്റെ തിരക്കിൽ പരിശോധിക്കാനൊന്നും സമയമില്ല, ചോദ്യത്തിന് മറുപടി എഴുതാൻ സമയമില്ലാത്തത് കൊണ്ട് വളരെ പ്രതിസന്ധി ഘട്ടമുണ്ടായി. ആ സന്ദർഭത്തിൽ എഴുതാൻ ഏൽപ്പിച്ചപ്പോ അതിൽ കുത്തിത്തിരിക്കാതാണ്. ശംസുദ്ദീൻ പാലത്തിന്റേതായി വന്ന മറ്റൊരു തിരുത്ത് കാണുക. പ്രാസംഗികർ തിരുത്തി എന്ന് പറയുന്നതിലെ മറ്റൊരു തിരുത്താണിത്. എന്റെ ചില പ്രസംഗങ്ങളിലും ക്ലാസുകളിലും ജിന്നി പിശാചി വിഷയങ്ങളെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള പരാമർശങ്ങൾക്കു പുറമെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ വിശകലനം ചെയ്തതിൽ അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലത്തിൽ പറഞ്ഞത്? പണ്ഡിതാഭിപ്രായങ്ങൾ പറഞ്ഞതിൽ വന്ന അബദ്ധങ്ങൾ എന്താണ്? ഒന്നും വിശദീകരിക്കാതെ തന്ത്രപരമായി തിരുത്തുകൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? ശംസുദ്ദീൻ പാലത്തുമായി
തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴികഴിപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ ജമീഅത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. കാരണം എന്താണെന്നറിയാമോ? അറിയാവുന്ന കിട്ടാവുന്ന തെളിവുകൾ വെച്ചുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മറ്റാരെയും തോൽപ്പിക്കാനല്ല, മറ്റാരെയും പരാജയപ്പെടുത്താനല്ല, അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് സത്യം പറയുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ദീർഘമായ ചർച്ചകൾക്ക് ശേഷം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അല്ലാഹുവിനെ തവക്കുലാക്കിക്കൊണ്ട് തീരുമാനം പ്രഖ്യാപിച്ചതാണ്. ഈ തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യത്തിന്റെ നല്ല സാഹചര്യം ഉണ്ടായതിൽ സംതൃപ്തരായിക്കൊണ്ട് അല്ലാഹുവിനെ ശുക്രിന്റെ സുജൂദുകൾ ചെയ്ത ആളുകളാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും. അന്ന് അല്ലാഹുവിന്റെ മുന്നിൽ ഈ സംഘടന യോജിപ്പിന് വേണ്ടി, ഈ ഐക്യത്തിന് വേണ്ടി തീരുമാനമെടുത്തതിന്റെ പേരിൽ അല്ലാഹുവിനെ ആത്മാർത്ഥമായി നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് ഈ സമുദായത്തിലെ, ഈ പ്രസ്ഥാനത്തിലെ ഭൂരിഭാഗം ആളുകളും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ തീരുമാനം എന്ത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും ശരി, നിങ്ങൾ ഈ ഉലമാ സംഘടനയിലേക്ക് അതിന്റെ കുറ്റം നിങ്ങൾ ഇടുക, അല്ലെങ്കിൽ അതിന് ഗുണമിടുക, നിങ്ങൾ അതിനെ പിന്തുടരുക, അനുസരിക്കുക. അതാണ് ഒരു സംഘടനയോട് ചെയ്യാനുള്ളത്. നോക്കൂ, എത്ര ലാഘവത്തോടെയാണ് ഈ വിഭാഗം തൗഹീദിനെയും ഷിർക്കിനെയും മനസ്സിലാക്കിയത്. അവർക്ക് തെറ്റാണെന്ന് തോന്നുമ്പോൾ അത് അതുവരെ പ്രസംഗിച്ചതെല്ലാം പിൻവലിക്കുന്നു. പിന്നീട് തൗഹീദും ഷിർക്കിനും മറ്റൊരു നിർവചനം ഉണ്ടാക്കുന്നു. അതുപയോഗിച്ചുകൊണ്ട് കുറെ ആളുകളെ കാഫിറാക്കുന്നു. സ്വന്തം വ്യക്തിപരമായ അമലുകൾക്ക് ആവശ്യമായ എന്തെങ്കിലും ശാഖാപരമായ പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ കണ്ണുചിമ്മാം. പക്ഷേ ഒരു സമുദായത്തിന് മുഴുവനും അവരുടെ അന്തരാളങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനോടും സഹാബത്തിനോടുമുള്ള ആ സ്നേഹത്തിന്റെ വിളികളെ ശിർക്കുവൽക്കരിച്ചുകൊണ്ട് അബൂജഹലിനേക്കാൾ വലിയ മുശ്രിക്കുകളായി അവരെ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ളതായ വിശ്വാസങ്ങൾ അതിവർ ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇതുവരെ പറഞ്ഞത് തെറ്റാണെന്ന് പ്രചരിപ്പിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് പുസ്തകം എഴുതിയ ആളുകൾ പിന്നീട് അടുത്ത എഡിഷൻ ആകുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ വിശ്വാസം മുഴുവനും തിരുത്തി മറ്റൊന്നാക്കുന്നു. ആരാണ് മുജാഹിദിന്റെ അള്ളാഹു? അവന്റെ വിശേഷണങ്ങൾ എന്തൊക്കെ എന്ന് ഒരു ശരാശരി മുജാഹിദിനോട് ചോദിക്കുമ്പോൾ അവന് വ്യക്തമായി ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. കാരണം KM മൗലവിയും അതുപോലെയുള്ള മൗലവിമാരും അവരുടെ ഖുർആൻ പരിഭാഷകളിലുമൊക്കെ എഴുതിയ അള്ളാഹു അല്ല ഇപ്പോൾ മുജാഹിദിന്റെ അള്ളാഹു എന്നത് ഏറ്റവും വിചിത്രകരമായ ഒരു വാദമായിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ മുഖം എന്ന് പറഞ്ഞാൽ, അവൻ അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം അതിന്റെ വാചികമായ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പാടില്ലെന്നും മറിച്ച് വ്യാഖ്യാനിക്കണമെന്നും പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ അള്ളാഹുവിന് 2 കൈകളുണ്ടെന്നും 2 കൈയും വലതുഭാഗത്താണെന്നും അള്ളാഹുവിന് മുഖമുണ്ടെന്നും കൈയും കണങ്കാലുമുണ്ടെന്നും ഒരു കൈയിൽ ഭൂമിയും മറ്റേ കൈയിൽ ആകാശവുമാണെന്നും ഈ ആകാശങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുമെന്നുമൊക്കെ പ്രചരിപ്പിക്കുന്നു. തീർത്തും ഒരു ഹൈന്ദവ വിശ്വാസത്തിന്റെ ചുവയുള്ള അല്ലെങ്കിൽ മറ്റു ആർഷഭാരതത്തിൽ ഉള്ള ചില വിശ്വാസങ്ങൾ, അവിടെയുള്ള ദേവീ ദേവന്മാരുടെ ചിത്രം അള്ളാഹുവിനെ കുറിച്ച് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ അള്ളാഹുൽ വിശ്വസിക്കുമ്പോൾ പണ്ട് പഠിപ്പിച്ചിരുന്ന അള്ളാഹു ചിത്രത്തിൽ നിന്ന് ഇല്ലാതെയായി പോകുന്നു. അങ്ങനെ വരുമ്പോൾ അവർ നേരത്തെ പഠിപ്പിച്ച തൗഹീദ് അല്ലാതായി തീരുന്നു. അവർ നേരത്തെ പഠിപ്പിച്ച മറ്റുള്ള വിശ്വാസങ്ങൾ അത് ശരിയല്ലാതായി പോകുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഖുർആനും ഹദീസും നമ്മൾ പരിശോധിക്കുമ്പോൾ വിവാദ വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ നാം ബോധവാന്മാരായിട്ടുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ പല ലൈഫായ ഹദീസുകളും നമ്മൾ പലപ്പോഴും ഉദ്ധരിച്ചു പോയിട്ടുണ്ടെന്നും അതൊന്നും ശരിയല്ലെന്നും നമ്മുടെ ഭാഗത്ത് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നും പറയുന്നിടത്തേക്ക് വരെ വഹാബിസം എത്തിയെന്ന് പറയുമ്പോൾ ഇവർക്ക് ദീൻ ഒരു കളിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് തോന്നുന്നത് ഇങ്ങനെ പറയുകയും അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഒരു വിഭാഗത്തെ അവർക്ക് കിട്ടുകയും ചെയ്തിരിക്കുന്നു. ഇതിനാണ് സാക്ഷാൽ പൗരോഹിത്യം എന്ന് പറയുന്നത്. ഇസ്ലാമിൽ പൗരോഹിത്യമേ ഇല്ല എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ലാ റഹ്ബാനിയ്യത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. പക്ഷേ
ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നാളെ പരലോകത്ത് വെച്ച് പോലും നിങ്ങളുടെ തെറ്റുകൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയും നേതൃത്വത്തെ നിങ്ങൾ അനുസരിച്ചു കൊള്ളുക എന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയമുള്ള, ചിന്തയുള്ള, മസ്തിഷ്കമുള്ള സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകർ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. മുൻകാലക്കാരായ ആളുകൾ പേച്ചുപോയത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ ഒഴികെ ഇവരെയൊക്കെ റബ്ബുകളാക്കി വെച്ചതുകൊണ്ട്, അവർ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങിയത് കൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ നശിച്ചു പോയത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റു ചെയ്താൽ പോലും ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ നരകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൗരോഹിത്യത്തെ കുറിച്ച് ബോധവാന്മാരാവേണ്ടത് ഏതൊരു സാധാരണക്കാരായ പ്രവർത്തകനും അനിവാര്യമാണ്. നാളെ പടച്ചവന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്ന രംഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തീർച്ചയായും പിൻപറ്റപ്പെട്ട ആളുകൾ, നേതാക്കൾ അവിടെ നിന്ന് കൈകഴുകും, അവർ അനുയായികളിൽ നിന്ന് വേറിട്ടു പോകും, മാറി നിൽക്കും. നേർക്കുനേർ അവർ ശിക്ഷ കാണുകയും ചെയ്യും. നേതാക്കളും അനുയായികളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ വിരൽ കടിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല. പിൻപറ്റിയ അനുയായികൾ നാളെ ആഖിറത്തിൽ വെച്ച് പറയും, ഞങ്ങൾക്കെങ്ങാനും ഇനിയും ഈ ദുനിയാവിലേക്ക് വരുവാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ നേതാക്കന്മാരെ ഞങ്ങൾ പിൻപറ്റുകയില്ല, അതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല. നോക്കൂ നിങ്ങൾ, ഒരു കാലത്ത് സലാം സല്ലമി പഠിപ്പിച്ചതനുസരിച്ച് സിഹ്റും മറഞ്ഞ മാർഗത്തിൽ അള്ളാഹു അല്ലാത്തവർ സഹായിക്കുമെന്ന് വിശ്വസിച്ചിരുന്നത് ഷിർക്കാണെന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത മൗലവി പിന്നീട് നാസറുദ്ദീൻ അൽബാനിയുടെ പുസ്തകം വായിച്ചപ്പോ അതൊന്നും ഷിർക്കല്ല എന്ന് പ്രചരിപ്പിക്കുകയും ഇതുവരെ പറഞ്ഞത് തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്നു. മറ്റൊരിക്കൽ ഇനി അദ്ദേഹം മറ്റൊരാളുടെ പുസ്തകം വായിച്ച് മറ്റൊരു ഷിർക്കും തൗഹീദും ഉണ്ടാക്കുമ്പോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇനിയും ഇദ്ദേഹം നയം മാറ്റുമോ എന്ന് നിങ്ങൾക്കറിയുമോ? മഹാനായ ഷാഫി ഇമാമിനെയും മഹാനായ ഹനഫി ഇമാമിനെയും ഒക്കെ പിൻപറ്റിയതിന്റെ പേരിൽ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, ഇവർ നിങ്ങളെ സാക്ഷാൽ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ബുദ്ധിയും മസ്തിഷ്കവുമുള്ള സാധാരണക്കാരായ പ്രവർത്തകർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഹൃദയമുള്ള മുജാഹിദ് സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ട സമയമാണിത്. അധികാരത്തിനും പണത്തിനുമനുസരിച്ച് അടിസ്ഥാന പ്രമാണങ്ങളിൽ തിരിമറി നടത്തിയും വിശ്വാസാചാരങ്ങളെ നാൾക്കുനാൾ തിരുത്തിയെഴുതി അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും മേൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന തട്ടിപ്പ് ഇനിയും നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? മുജാഹിദിലെ ജംഇയ്യത്തുൽ ഉലമ എന്തു പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പാവം ജനങ്ങളുണ്ട് എന്ന വിശ്വാസമല്ലേ ഈ നേതാക്കളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? മഖ്ദൂമുമാരുടെയും മമ്പുറം തങ്ങളുടെയും ഉമർ ഖാദിയുടെയുമൊക്കെ നവോത്ഥാന പാരമ്പര്യത്തിൽ ഒന്നായി കഴിഞ്ഞിരുന്ന മുസ്ലിം സമൂഹത്തിലേക്ക് ശൈഥില്യത്തിന്റെ വിത്തുപാകി അവതരിച്ചത് റഷീദ് റിളയുടെ യുക്തിവാദവും ഇബ്നു അബ്ദുൽ വഹാബിന്റെ പൗരോഹിത്യ പ്രസ്ഥാനവുമാണെന്ന് വൈകിയെങ്കിലും തിരിച്ചറിയുക. അവ വലിച്ചെറിഞ്ഞ് കേരളീയ മുസ്ലിംകളുടെ പഴയ പൈതൃകത്തിലേക്കും പാരമ്പര്യത്തിലേക്കും തിരിച്ചു നടന്ന് സത്യത്തിന്റെ വക്താക്കളാവുക. തെറ്റുകൾ ആത്മാർത്ഥമായി തിരുത്താനും നേരായ വഴിയിൽ സഞ്ചരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ചിന്തിക്കുന്ന ഹൃദയങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഈ ഉദ്യമം സമർപ്പിക്കുന്നു.